ദുനിയാവിലെ സമാധാനമില്ല. എന്നാ അതേ മനുഷ്യൻ തന്നെ അവന്റെ കുടുംബത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിച്ചാലോ 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ടെൻഷൻ കാണാനില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ ടെൻഷൻ ചുരുങ്ങിപ്പോയി. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ടെൻഷൻ തന്നെ കാണാനില്ല. അവനത് ഉൾക്കൊണ്ടുപോയി. അങ്ങനെ അവനത് മറന്ന് വീണ്ടും സന്തോഷത്തിന്റെ വഴിയിലേക്ക് കടന്നപ്പോ പിന്നെ ഭൗതിക ലോകത്തിന്റെ പത്രാസിലേക്ക് ഏർപ്പെട്ടു പോയപ്പോ പിന്നെ ആ പഴയ കാലത്തെ മറന്നുപോയി. അതുകൊണ്ടാ മഹാന്മാരായ സ്വാലിഹീങ്ങള് പറഞ്ഞത് രാത്രിയിൽ കിടക്കുമ്പോ അവരിങ്ങനെ ചിന്തിച്ചു നോക്കും, ഞങ്ങൾ ശഖിയാണ് അല്ലാഹ്, സഈദാണ് അല്ലാഹ്. വിജയിച്ചവന്റെ പട്ടികയിലാണോ അല്ല പരാജിതന്റെ പട്ടികയിലാണോ? ഇതറിയാതെ എങ്ങനെ എന്റെ മനസ്സിന് സമാധാനം കിട്ടും? ഒരു നിലക്കും രക്ഷപ്പെടാനുള്ള നിർവാഹമില്ലല്ലോ. ഇത് പറയുമ്പോ ചിലപ്പോ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു 5 നേരത്തെ നിസ്കാരം കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തു. അൽഹംദുലില്ലാ 1 ഖത്മ് തീർത്തവർ, അൽഹംദുലില്ലാ 2 ഖത്മ് തീർത്തവർ, അൽഹംദുലില്ലാ 3 ഖത്മ് തീർത്തവർ, 7 ഖത്മ് തീർത്തവർ, 30 ഖത്മ് തീർത്തവർ, അങ്ങനെ പല നിലക്കും ഖത്മ് തീർത്തവർ എന്റെ സദസ്സിലില്ല. തീരെ ഖുർആനെടുത്ത് നിവർത്തിയിട്ട് റമദാനിൽ പോലും 1 ഖത്മ് പോലും ഓതാൻ ഭാഗ്യം കിട്ടാത്തവരില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ ആ നിലക്ക് അമലുകൾ ചെയ്തിട്ട് ഈ സദസ്സിലേക്ക് വന്നാൽ അവന്റെ മനസ്സിങ്ങനെ തോന്നുകയാണ്, അൽഹംദുലില്ലാ 5 നേരത്തെ നിസ്കാരം ഞാൻ കൃത്യമായി നിസ്കരിച്ചല്ലോ, 5 നേരം ജമാഅത്തിന് ഞാൻ കൃത്യമായി പങ്കെടുത്തല്ലോ. അങ്ങനെ റമദാനിനെ നല്ല നിലയ്ക്ക് യാത്രയാക്കാൻ എനിക്ക് സാധിച്ചല്ലോ. അല്ലാഹുമ്മ ബാരിക് അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമദാൻ. റമദാനിനെ നീ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ് എന്നതാ റജബിൽ ദുആ ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ റമദാനിനെ എന്റെ റബ്ബ് എനിക്ക് എത്തിച്ചു തന്നു. അങ്ങനെ ആ റമദാൻ എനിക്ക് കിട്ടിയപ്പോ ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അല്ലാഹ് ഞങ്ങൾക്ക് റമദാനിനെ നീ അനുകൂലമായി സാക്ഷി നിൽക്കണേ അല്ലാഹ്. റമദാൻ പ്രതികൂലമായി സാക്ഷി നിർത്തുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ട് റമദാനിന്റെ അവസാനത്തെ രാത്രിയും യാത്ര ചെയ്യിപ്പിച്ചു. പക്ഷേ പെരുന്നാളിന്റെ ദിവസം നോക്കുമ്പോ പള്ളിയിലെ റമദാനിലുള്ളവനെ ജമാഅത്തിന് കാണാനില്ല, നിസ്കരിക്കാൻ കാണാനില്ല. റമദാൻ അനുകൂലമാണോ അല്ല പ്രതികൂലമാണോ? ഇബാദത്തിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രതികൂലം തന്നെ, അനുകൂലമായി കിട്ടിയിട്ടില്ല. പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോ പിന്നെ വെള്ളിയാഴ്ച അല്ലാതെ പള്ളിയിൽ പോയിട്ടില്ല. സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ ഉസ്താദിന് ആള് ചുരുങ്ങിപ്പോയി. ചിലപ്പോ ഉസ്താദ് തന്നെ ഒറ്റപ്പെട്ടു പോയി. ജമാഅത്തിന് ആളെ കിട്ടാനില്ല. റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ പള്ളിയിൽ ആളെ കിട്ടാനില്ല. എല്ലാവരും ദുനിയാവിന്റെ പത്രാസിന്റെ ഓട്ടത്തിൽ തന്നെ മറന്നുപോയോ മനുഷ്യ? നിങ്ങൾ കണ്ടില്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് പള്ളിയിലേക്ക് അങ്ങ് കടന്നു വന്നു. എന്നിട്ട് മുന്നിലെ സഫിലേക്ക് പോയിട്ട് അങ്ങ് കൈകെട്ടി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് അങ്ങ് ചെന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി വഅലൈക്കുമുസ്സലാം വഅഇദ് സ്വലാതക. മോനെ നിന്റെ നിസ്കാരം മടക്കി നിസ്കരിച്ചോ. ഇയാള് പോയി വീണ്ടും നിസ്കാരം മാറ്റി നിസ്കരിച്ചു. ഫഇന്നക ലം തുസല്ലി, എന്തിനാ നീ നിസ്കരിക്കുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് വന്നവനോട് പറയാണ് ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിക്കാത്തവന് സമാന്മാര കൂട്ടത്തിൽ തന്നെ. നീ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നീ പോയിട്ട് നിസ്കരിച്ച് മാറ്റിയിട്ട് നിസ്കരിച്ചിട്ട് വാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ ട്രീറ്റ് ചെയ്യാണ്. സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രീറ്റ് ചെയ്യാണ്. എങ്ങനെ? നിസ്കാരം വേണ്ടതുപോലെ ആകാതിരിക്കുമ്പോ അവന്റെ നിസ്കാരത്തെ ശരിയാക്കാൻ ആവശ്യമായ സർവ്വ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ വലിയ വലിയ ശൈഖന്മാരായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം വേണ്ടെന്നാ പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. പിന്നെ ഇപ്പൊ ചില കള്ള ശൈഖന്മാര്, കള്ള ത്വരീഖത്തിന്റെ ആളുകൾ, അവര് നിസ്കാരം വേണ്ടെന്നാ പറയുന്നത്. എന്താ കാരണം? അവർ അള്ളാഹുമായി അത്ര ക്ലോസ് ആയി കഴിഞ്ഞു, അത്ര അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഒന്നും വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ചിലപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നല്ല അടുത്ത ബന്ധമായിട്ട് ഒരു കൂട്ടുകാരനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് ഇങ്ങനെ എപ്പോഴും ഇടപഴകുമ്പോ ഇന്ന് ചായ കുടിച്ച പൈസ അവൻ കൊടുക്കും, നാളെ ചായ കുടിക്കുമ്പോൾ ചിലപ്പോൾ അവൻ കൊടുക്കും, പിറ്റേന്നും അവൻ കൊടുക്കും. ഒരു ദിവസമൊക്കെ നമ്മൾ കൊടുത്താൽ മതി, ബാക്കി അവനും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് സാമ്പത്തിക ശേഷി നമ്മളെക്കാളും കൂടുതലാണെങ്കിൽ അവരിങ്ങനെ പൈസ കൊടുക്കും, നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുക്കും പറഞ്ഞവരിങ്ങനെ കൊടുക്കും. ഇവൻ എപ്പോഴെങ്കിലും ഒന്ന് കൊടുത്താലേ. ഇതുപോലെ അള്ളാഹുവായിട്ട് അങ്ങനെ ക്ലോസ് ആയി വരുന്നതിനനുസരിച്ച് 5 നേരത്തെ നിസ്കാരം ചുരുങ്ങി 4 ആകും, പിന്നെ 2 ആകും, പിന്നെ 3 ആകും, 1 ആകും, അങ്ങനെ ചുരുങ്ങി വരുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ലോകത്ത് അള്ളയുമായി അടുക്കാൻ ഇത്രത്തോളം അള്ളാഹു അനുഗ്രഹം കൊടുത്തൊരു ലോകത്തൊരു നേതാവിനെ അള്ള വേറെ പടച്ചിട്ടേ ഇല്ല. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീഹുഹാ. അങ്ങനെ തുടങ്ങിയിട്ട് സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവുമായി അടുക്കാനുള്ള വലിയ തൗഫീഖ്, അല്ലാഹുവിനെ കാണാനുള്ള റബ്ബിന്റെ ലിഖാ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ലോകത്തുള്ള ഏക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിലധികം പറയാനാണ്, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് പോലും നൽകാത്ത മഹത്വം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിപ്പോയി. വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അതേ പരിശുദ്ധ ഖുർആൻ പറയാണ്, എത്രയാണ് അല്ലാഹു അവിടത്തേക്ക് കൊടുത്ത ആദരവ്, എത്രയാണ് അവിടത്തേക്ക് കൊടുത്ത ബഹുമാനം. അല്ലാഹുവുമായി അടുക്കാനും റബ്ബിനെ കാണാനുമുള്ള വലിയ തൗഫീഖ് നൽകി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ളുഹർ 4 അല്ലാതെ പഠിപ്പിച്ചിട്ടില്ല. ഇല്ലേ മുസ്ലിയാരെ 2 റക്അത്ത് ഖസറാക്കി നിസ്കരിക്കില്ല, അത് യാത്രക്കാരനാണ്. അതല്ലാതെ ളുഹർ 2 റക്അത്ത് പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖായതിന്റെ പേരിൽ ളുഹർ 2 ആക്കിയ ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവുമായി അടുത്തതിന്റെ പേരിൽ ളുഹർ 2 ആക്കിയ ഒരു ചരിത്രം വേറെ പറയാനില്ല. അല്ലാഹുവുമായി അടുത്തതിന്റെ പേരിൽ മഗ്രിബ് കട്ടായ പ്രശ്നം പറയാനില്ല. ഏതെങ്കിലും നേരത്തെ നിസ്കാരം ഒഴിവായത് പറയാനില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ദർജയുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അവൻ വലിയ ശൈഖായി പോലും അതുകൊണ്ട് പിന്നെ നിസ്കാരം വേണ്ടെന്നാ പറയുന്നത്. അവനെ പിന്തുടർന്നാൽ അവന്റെ മുരീദന്മാർക്കും നിസ്കാരം വേണ്ട. അങ്ങനെ ഒരു ശരീഅത്തില്ല, അങ്ങനെ ഒരു ശരീഅത്ത് ത്വരീഖത്തില്ല. നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ശരിയായ ത്വരീഖത്ത് ഇല്ല. ഏതെങ്കിലും മഹാന്മാരായ ഔലിയാക്കള് അവര് മജ്ദൂബികളായി അവര് ജദ്ബിന്റെ ഹാലിലേക്ക് പോയി. അവർക്ക് എന്താണ് ലോകം എന്നതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോയി. നിസ്കാരത്തെ കുറിച്ച് ഓർമ്മയില്ലാതെ പോകുന്ന മഹാന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവര് പിന്നെ ബുലൂഗല്ലല്ലോ, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ സ്വന്തത്തിലും നിസ്കാരം വേണ്ട, മുരീദന്മാർക്കും നിസ്കാരം വേണ്ട എന്ന് പറയുന്നൊരു ത്വരീഖത്ത്, അങ്ങനെ ശരിയൊരു ത്വരീഖത്തില്ല, ശരിയായൊരു ശരീഅത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അല്ലാഹുവുമായി അടുത്തതിന്റെ കാരണത്താൽ പവർ കിട്ടുന്ന ഒരാള് ലോകത്ത് വേറെ കാണാനില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ അപാകത വരുമ്പോ ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുക്കുകയാണ്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എങ്ങനെയാ നിസ്കരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പള്ളിയിൽ നിന്നൊരാൾ വന്ന് നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം പറയുമ്പോൾ തന്നെ പറയാണ്, മോനെ ഐദ് സ്വലാത്തക, മോനെ നിന്റെ നിസ്കാരത്തെ മാറ്റി നിസ്കരിക്കണേ. ഫഇന്നകലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടേ ഇല്ല, നീ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചവരെ കൂട്ടത്തിൽ പറയാനായിട്ടില്ല. അതുകൊണ്ട് നീ നിന്റെ നിസ്കാരം മടക്കി നിസ്കരിക്കണം. അദ്ദേഹം വീണ്ടും പോയി, അതാ രണ്ടാമത് വീണ്ടും കൈകെട്ടിയിട്ട് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, മോനെ ഇന്നകലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, ഇത് സ്വലാത്തക, നിന്റെ നിസ്കാരത്തെ മടക്കി നിസ്കരിക്കണം. അപ്പൊ അയാൾ വീണ്ടും പോയി, വീണ്ടും കൈകെട്ടിയിട്ട് മാറ്റി മൂന്നാമത് നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു, എന്തിനാണ് പോകാനാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മോനെ പോകാനായിട്ടില്ല, ഫഇന്നകലം തുസല്ലി, മോനെ നീ നിസ്കരിച്ച കൂട്ടത്തിൽ പറയാനായിട്ടില്ല, നിന്റെ നിസ്കാരം പരിപൂർണമായിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് ശിഷ്യനെ വേണ്ടതുപോലെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത്. ആ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഉന്നതമായ ട്രീറ്റ്മെന്റ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്വഹാബത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ്. കാരണം എന്താണ്? എന്നെ പോലെയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദുമാരെ പോലെയല്ല, മുതഅല്ലിമീങ്ങളെ പോലെയല്ല. എന്താ കാരണം എന്നറിയോ? നമ്മളെ പോലെ ആരെ പോലെയുമല്ല സ്വഹാബത്ത്. എന്താ കാരണം? അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ എന്നെ പോലെയോ നിങ്ങളെ പോലെയോ അല്ലെങ്കിൽ നമ്മളെ ഉസ്താദുമാരെ പോലെയോ നിസ്കാരത്തിന്റെ പിറകിൽ നിന്നിങ്ങനെ നിസ്കരിക്കുമ്പോ നോക്കിയിട്ട് കാത്തിരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ പിറകിൽ വന്ന് കൈകെട്ടിയിട്ട് നിസ്കാരം കഴിഞ്ഞു തുടർന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, മോനെ എഴുന്നേറ്റ് നിൽക്കൂ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നിൽ വന്നിട്ട് കൈകെട്ടിയ സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്, അയാളെ കൈകെട്ടിയിട്ട് സലാം വെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സലാം വെട്ടി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞ് ഇരുന്നിട്ട് നേരെ എഴുന്നേറ്റ് ചൂടിയിട്ട് പറയുന്നത്, മോനെ എഴുന്നേറ്റ് നിൽക്ക്, നിന്റെ നിസ്കാരം സഹിയായിട്ടില്ല, മാറ്റി നിസ്കരിച്ചോളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, പതിച്ചുപോയി മുന്നോട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ എന്റെ നിസ്കാരം കാണല? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ, CCTV ഉണ്ടോ, അല്ലെങ്കിൽ ടെലിവിഷൻ ഉണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇല്ല. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ എന്നെ നീ മറ്റുള്ളവനെ പോലെ കാണണ്ട. എന്റെ ഖുശൂഇന് തകരാറ് വരാത്ത വിധത്തില്, എന്റെ ഖുശൂഇന് തകരാറ് വരാത്ത വിധത്തില് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ പിറകിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇതൊക്കെ കാണാനും എന്റെ റബ്ബെനിക്ക് തൗഫീഖ് തന്നുപോയി. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, അതെങ്ങനെയാ മുസ്ലിയാരെ? മുന്നിലേക്ക് നോക്കുന്ന എനിക്കെങ്ങനെയാ പിന്നിൽ കാണാൻ കഴിയുള്ളൂ? മുന്നിലേക്ക് നോക്കുന്ന എനിക്ക് തന്നെ മുന്ന് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ സദസ്സിലില്ലേ ചില ആളുകൾ ഇങ്ങനെ നോക്കുന്ന വേണ്ട വിചാരിക്കും ഉസ്താദിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ മൂപ്പര് ഇവിടെ ഇല്ല. പിന്നെ ബഹ്റൈനിലേക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലോ ദുബായിലേക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എന്തോ ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ജോലിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അയാളിന്റെ ഇടയിലാണ് പെട്ടെന്ന് അതോടൊക്കെ ഇങ്ങനെ പോയി ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോയി. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ മൂപ്പരൊന്നും കേട്ടിട്ടില്ല. അഥവാ അടുത്തിരിക്കുന്ന ആളൊന്ന് പതുക്കെ തട്ടിയിട്ട് എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ദുബായി പോയതാണ് എന്ന് പറഞ്ഞു പോകും. എന്താ കാരണം? ആലോചന എവിടെയായിരുന്നു? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല, നമ്മളിൽ ഒരാളെ പോലെയും അല്ല. ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തനെ പോലെയും ഞാനല്ല കേട്ടോ. ഒരാളെയും നിങ്ങൾ ഉദാഹരണത്തിന് കൊണ്ടുവരണ്ട. നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെയും അല്ല ഞാൻ വല്ലാതെ റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ച മഹാനായ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് ഞാൻ ഖുശൂഅോടെ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുമ്പോ പോലും എന്റെ അരീകളെ ഞാൻ കാണാതെ പോകുന്നില്ല, അറിയാതെ പോകുന്നില്ല. അതെങ്ങനെ മുസ്ലിയാരെ? ഇതിന്റെ പേരാ മുസ്ലിമേ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമ്പോ പിന്നെ അതെങ്ങനെയെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതെങ്ങനെയാ മുസ്ലിയാരെ? മുഅ്ജിസത്ത് കൊണ്ട് പറ്റുമോ? മുഅ്ജിസത്ത് കൊണ്ട് പറ്റുമെന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. മുഅ്ജിസത്തൊന്നും ഇല്ലാത്ത നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, മുഅ്ജിസത്തൊന്നും ഇല്ലാത്ത നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അനുഭവത്തിൽ കാണുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അതേ കണ്ണൊന്ന് തുറന്നു നോക്കുമ്പോ അനുഭവിച്ചത് കാണാനില്ല. എന്താ ഈ നാടിന്റെ പേര്? പള്ളിയാക്കണ്ടി വരുമോ പറയാൻ? എന്താ പറയുക? അടക്കമതിരി അല അലക്കേമജൽ അല്ലേ? ശരിയായിട്ടില്ല അല്ലേ? നമുക്ക് പിന്നെ ശരിയാക്കാം. അപ്പൊ നിങ്ങൾ ഈ കർണാടകയിലും അലക്കമജൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ അയാൾ ഇങ്ങനെ ഉറക്കിൽ പോവാണ്. എവിടെയൊക്കെയാ പോകുന്നത്? ടിക്കറ്റ് വേണോ? ഉറക്ക പോവാൻ ടിക്കറ്റ് വേണോ? ടിക്കറ്റ് വേണ്ട. പിന്നെ അമേരിക്കന്റെ വിസ ആവശ്യമുണ്ടോ? വിസേന്റെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു സാധനവും ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടത്? നല്ല കൂർക്കം വലിച്ച് ഉറക്കുണ്ടായാൽ മതി. ഈ വിസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ അനുഭവിക്കാൻ കഴിയും. എന്നാ ഇതേ അനുഭവം തന്നെ ഒരാൾ വന്നിട്ട്, ഭാര്യ വന്നിട്ട് പതുക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോ, അല്ല ഞാൻ അമേരിക്കയിലുള്ളപ്പോ തന്നെ വിളിക്കണമായിരുന്നു നിനക്ക്.
എത്ര സമയം ഉണ്ടായിരുന്നു ഞാൻ പല കേരളത്തിന്റെ പല ഭാഗത്തും അതുപോലെ കർണാടകന്റെ പല ഭാഗത്തും ഞാൻ ഇങ്ങനെ ഓർക്കിൽ ചുറ്റുമ്പോ എനിക്ക് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഞാനൊന്ന് അമേരിക്കയിൽ പോയി വരാന്ന് വിചാരിച്ചപ്പോ മുഴുവനും നശിപ്പിച്ചു. നിന്നെ കൊണ്ട് നാശമല്ലാതെ ഉണ്ടാകൂല അല്ലേ? അങ്ങനെ ഉണ്ടാകാറില്ലേ? ചിലപ്പോ എന്തെങ്കിലും കയ്യിൽ കിട്ടിയോ ഇല്ല, കണ്ണിൽ നിന്ന് തുറന്നു നോക്കുമ്പോ ഒന്നും കാണാനില്ല, അനുഭവിച്ചിട്ടില്ലേ, അതേ കണ്ടിട്ടില്ലേ, ഇല്ല എന്ന് പറയാൻ നിർവാഹമുള്ളൂ. സ്വന്തം ഭാര്യന്റെ അടുത്ത് കിടന്നുറങ്ങാണ്, ഭർത്താവ് ഉറക്കാട്ടാസിച്ച് കരിയാണ്, ഭർത്താവ് പിടിച്ചു കുലുക്കിയിട്ട് ഭർത്താവിനെ ഭാര്യ ഏൽപ്പിക്കാണ്. എന്ത് പറ്റിപ്പോയി? ആന വന്നു എന്നാ പറയുന്നത്. എവിടെ കാക്ക ഈ റൂമിന്റെ ഉള്ളിലേക്ക് ആന വരലേ? അപ്പൊ ഇയാള് പറയാ, നീ എങ്ങനെയാ പറയാ വന്നിട്ടില്ല എന്ന്? ഞാൻ കണ്ടതല്ലേ, ഞാൻ കണ്ടത് നിനക്ക് നിഷേധിക്കാൻ എന്തധികാരമാവുള്ളത്? ആന വന്നിട്ടുണ്ട്, എന്നെ ചവിട്ടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ആ ചവിട്ട് നോക്കുമ്പോ നിന്റെ കൈ കൊണ്ടാ കിട്ടിയത്. ഉറക്കം തെളിഞ്ഞപ്പോഴാ മനസ്സിലായത്. അനുഭവിച്ചിട്ടില്ലേ? അങ്ങനെ എന്തൊക്കെ അനുഭവിക്കുന്ന മനുഷ്യൻ. അതെങ്ങനെ കറാമത്താണോ? അല്ല. മുഅ്ജിസത്താണോ? അല്ല. ഇല്ല എന്ന് നിഷേധിക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ? കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ? അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ? കണ്ടു എന്ന് മാത്രമല്ലല്ലോ, ശരിയായ നിലക്ക് ആ സമയത്ത് വേദനിച്ചില്ലേ, ആ സമയത്ത് ടെൻഷൻ അടിച്ചില്ലേ, ബേജാറ് കഴിച്ചുകൊണ്ടിരുന്നേ. എത്രയാ അതിന്റെ പേരിൽ കണ്ണുനീരാ സമയത്ത് നീ ഒഴുക്കിയത്? എത്രയാ സമയത്ത് നീ ഇതുവരെ ദിക്റിയല്ലാത്ത നീ ദിക്റ് ചൊല്ലിയത്? എത്രയാ പേടിച്ചിട്ട് അല്ലാഹുവിനെ വിളിച്ചത്? ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉറക്കം തെളിഞ്ഞിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വായുവല്ലാതെ ഒന്നും കാണാനില്ല. ഇങ്ങനെ നീ ഉറക്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ പല കാര്യങ്ങളും അല്ലാഹ്ക്ക് പല സമയങ്ങളിലേക്കും ഒരേ സമയങ്ങളിലേക്കും അല്ലാഹ് ധരിച്ച മഹാന്മാരായ സ്വാലിഹീകളാകുന്ന അമ്പിയാക്കൾക്ക്, അതുപോലെ അതുപോലെ മഹാന്മാരായ ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ടും റബ്ബിനെ അനുഗ്രഹിക്കാൻ കഴിയുമെന്നത് പറയേണ്ടതില്ലല്ലോ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ പിറകിൽ വന്ന് നിസ്കരിച്ചപ്പോൾ തെറ്റ് കണ്ട സ്വഹാബിയെ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിർത്തിയിട്ട് പറയാണ്, മോനെ, ഞാൻ ഈ നിസ്കരിക്കുന്ന സമയത്ത് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് നീ കരുതിയേക്കരുത്. ഞാൻ പിറകിൽ നിന്ന് നീ എന്തൊക്കെയാണോ ചെയ്യുന്നത് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മോനെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി പറയാണ്, അല്ലിംനി യാ റസൂലല്ലാഹ് കൈഫ ഉസല്ലി, ഞാൻ എങ്ങനെയാ നിസ്കരിക്കേണ്ടത് എന്നെനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബി പറയാണ്, എനിക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ തവജ്ജഹത, മോനെ നീ അല്ലാഹുവിലേക്ക് മുന്നിട്ടങ്ങ് നിന്നാൽ, ഇദാ തവജ്ജഹത ഇലൽ ഖിബ്ലതി, നീ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിന്നാൽ, ഫകബ്ബിർനി തക്ബീർ ചൊല്ലണം. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ തക്ബീർ ചൊല്ലണം. നമ്മൾ എങ്ങനെയാ തക്ബീർ ചൊല്ലല്? ഖിബ്ലയിലേക്ക് മുന്നിട്ട് തക്ബീർ ചൊല്ലുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ പറഞ്ഞത് എന്താണ് നമുക്ക് തന്നെ ഓർമ്മയില്ല. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നീ തജ്വീദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ളുഹർ നിസ്കാരത്തിൽ തജ്വീദ് ഓതിയവർ കയ്യർത്തു എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ കയ്യർത്താൻ കഴിയുന്നവർ എത്രയും പേരുടെ സദസ്സിലുണ്ട്. അതുപോലെ ഇന്നത്തെ നിസ്കാരത്തിൽ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയാൻ ഉറപ്പുള്ളവർ കയ്യർത്തു എന്ന് പറഞ്ഞാൽ ഉറപ്പോടെ കയ്യർത്താൻ പറ്റുന്നവർ എത്രയുണ്ട്? കാരണം മനസ്സാന്നിധ്യം പറയാനില്ല. അവൻ അതാ പള്ളിയിൽ നിന്നിട്ടും അല്ലാതെയും നിസ്കരിക്കുന്ന സമയത്ത് ലോകസിദ്ധാവായ റബ്ബിന്റെ മുമ്പിൽ അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. അല്ലാഹ് ലോകസിദ്ധാവായ റബ്ബാകുന്ന നിന്റെ മുന്നിൽ ഞാൻ എന്റെ ശരീരത്തെ തിരിച്ചിരിക്കുന്നു, എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു, എന്റെ മനസ്സിനെ തിരിച്ചിരിക്കുന്നു, എല്ലാം നിന്റെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നനാണ്. സിദ്ധാവായ റബ്ബാകുന്ന നിന്റെ മുന്നിൽ വണക്കത്തിന് എഴുന്നേറ്റ് നിന്നനാണ്, ഇബാദത്തിന് എഴുന്നേറ്റ് നിന്നനാണ്. ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല, ഞാൻ നിസ്കാരത്തിലാണെന്ന ബോധമേ ഇല്ല. എന്തിലധികം പറയാനാണ്? ഭൗതിക ലോകത്ത് ഭരണം നടത്തുന്ന ഒരു മന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു മനസാന്നിധ്യമുണ്ടല്ലോ. ആ മനസാന്നിധ്യം പോലും നമ്മളെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് നിസ്കാരത്തിൽ പറയാനില്ല. അല്ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ.
നിസ്കാരത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ, ഒരു നല്ല നാട്ടിലെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പള്ളി പ്രസിഡന്റിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും നമ്മളെ മനസ്സിലുണ്ടാകുന്ന ആദരവ് കാണുന്നില്ല. എന്തിലധികം പറയാനാണ്, വയതിന് വന്ന ഉസ്താദിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആദരവില്ലേ? അതുപോലെ ദുആ ചെയ്ത് തരാൻ വേണ്ടി വരുന്ന തങ്ങന്മാരില്ലേ, അവരെ മുന്നിൽ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത പോലും നിസ്കാരത്തിൽ റബ്ബിന്റെ മുന്നിൽ കിട്ടാനില്ല. നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ റബ്ബിന്റെ മുന്നിലാണ് എന്ന് പറയുമ്പോ പോലും ലോക സിട്ടാവായ റബ്ബ് അവൻ എന്റെ ഹൃദയം അറിയുന്നവനാണ്. വയതിന് വന്ന മുസ്ലിയാരെ മുന്നിൽ ഹൃദയ സാന്നിധ്യമില്ലെങ്കിലും മുസ്ലിയാര് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. ദുആ ചെയ്യാൻ വന്ന തങ്ങളെ കൈപിടിച്ച് മുത്തുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ അദ്ദേഹത്തോട് ആദരവില്ലെങ്കിൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല, അറിയാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല, നിന്റെ ഹൃദയം നോക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എന്നാൽ ലോക സിട്ടാവായ റബ്ബോ, ആ റബ്ബ് അറിയാത്തതില്ല, അവൻ കാണാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല. മറിച്ച് ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ് അറിയാം? അള്ളാന്റെ ഖുർആൻ തന്നെ എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളില്ലേ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകളില്ലേ, ആ സ്വകാര്യതകളെ കുറിച്ച് അറിയുന്ന റബ്ബാണ് അവൻ. കാണുന്നത് നോക്കി വിധിയെഴുതുന്ന റബ്ബല്ല, പുറത്തുള്ളത് നോക്കിയിട്ട് വിധി എഴുതുന്ന റബ്ബല്ല, പുറം ലോകം നോക്കിയിട്ട് വിധി പറയുന്ന റബ്ബല്ല. മറിച്ച് ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ് എന്നറിയാം? ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ മുസ്ലിമേ ഞാനും നീയും പറയുന്നത്, അല്ലാഹ് നിന്റെ മുന്നിൽ ഞാൻ എന്റെ ശരീരത്തെ നിർത്തിയിരിക്കുന്നു, എന്റെ ആത്മാവിനെ നിർത്തിയിരിക്കുന്നു, എന്റെ മനസ്സിനെ നിർത്തിയിരിക്കുന്നു. നിന്റെ മുന്നിൽ വണക്കത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നനാണ്, നിന്റെ പൊരുത്തത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നനാണ്, നിന്റെ തൃപ്തിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നനാണ്. ഇത് പറയുന്ന സമയത്ത് പോലും മനസ്സിൽ ഇഖ്ലാസില്ല, ആത്മാർത്ഥത പറയാനില്ല. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ പോലും ഇഖ്ലാസ് പറയാനില്ല. അല്ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഈ സഹാബി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ മടക്കിയതിന്റെ ചുരുക്ക കാരണം എന്താണ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മോനെ നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ, ഇദാ തവജ്ജഹത ഇലൽ ഖിബ്ലതി, ഖിബ്ലയിലേക്ക് നീ മുന്നിട്ട് നിന്നാൽ, ഫകബ്ബിർ നീ തക്ബീർ ചൊല്ലിക്കോ. എന്നിട്ട് നീ അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സബഉൽ മഥാനിയാകുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ അത് നീ അങ്ങ് ഓതിക്കോ. പിന്നെയോ നിനക്കറിയുന്ന സൂറത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഓതിക്കോ. മോനെ നീ റുക്കൂഅ് ചെയ്താൽ ആ റുക്കൂഅ് ചെയ്യുന്ന സമയത്ത് നീ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവന് ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ ആ കുത്തി മറിഞ്ഞുകൊണ്ടുള്ള നിസ്കാരമുണ്ടല്ലോ, അത് റബ്ബിന്റെ അടുക്കലും മഖബൂലല്ല. ഓ ചെറുപ്പക്കാരാ, കച്ചവടത്തിനിടയിൽ നീ നിസ്കരിക്കാൻ വേണ്ടി പോയില്ലേ? നീ കൈകെട്ടിയിട്ട് നിസ്കരിച്ചപ്പോൾ നിസ്കാരത്തിലും കച്ചവടം ചെയ്തുവല്ലേ? നിസ്കാരത്തിലും നീ പലതും ആലോചിച്ചുവല്ലേ? നിസ്കാരത്തിലും പലതും ചിന്തിച്ച് നിസ്കരിച്ചുവല്ലേ? എന്തിലധികം പറയാനാണ്? ചില ചെറുപ്പക്കാര് വോളിബോൾ കാണുമ്പോ, ഫുട്ബോൾ കാണുമ്പോ, അങ്ങനെയുള്ള ഹരം പിടിച്ചെന്തെങ്കിലും കാണുന്നതിനിടയിൽ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ അവന് ഖുശൂഇല്ല. കളി എവിടെ എത്തിയെന്ന ബേജാറിലാണ്. അവൻ ആവേശത്തോടെ കണ്ടു നിന്നിരുന്നത് എവിടെ എത്തിയെന്നുള്ള ബേജാറിലാണ്, ടെൻഷനില്ല. അതുകൊണ്ട് തന്നെ അവൻ റുക്കൂയിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുന്നത് എപ്പോഴാണ്? ഇഅ്തിദാലിലേക്ക് പോകുമ്പോഴാണ്. ഇഅ്തിദാലിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുന്നത് സുജൂദിലേക്ക് പോകുമ്പോഴാണ്. ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരനില്ലേ, ഇവന്റെ നിസ്കാരം കൊണ്ടുള്ള ഫലം എന്താണെന്നറിയോ? റബ്ബിന്റെ അടുക്കലും മഖബൂലല്ല. വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിസ്കരിക്കുന്നവനാണ് നാശം കേട്ടോ, നിസ്കരിക്കുന്നവനാണ് വൈലം എന്ന് പറയുന്ന നരകം കേട്ടോ. പരിശുദ്ധ ഖുർആൻ
അല്ലദീന ഹും മൻ സ്വലാത്തിഹിം സാഹൂൻ, അവൻ നിസ്കാരത്തിൽ അശ്രദ്ധയോടെ നിസ്കരിക്കുന്നവനാണ്, മനസാന്നിധ്യമില്ലാതെ നിസ്കരിക്കുന്നവനാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ നിസ്കാരത്തിന്റെ പവർ അറിയണോ നിങ്ങൾക്ക്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൻ നബി ഖതാദ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അസ്വഉൻ നാസി സരിഖതൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കള്ളന്മാരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കള്ളനാരാണ് എന്നറിയോ? അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളന്മാര് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മോശക്കാരാണ്. എന്നാ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരായ കള്ളന്മാരാരാണ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ കള്ളന്മാർ അവരാരാണ് എന്നറിയോ? സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ പറയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഇത് പറയുമ്പോ ആരാണ് ചോദിക്കുമ്പോ പറയാണ്, നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കരിക്കുന്നവൻ എങ്ങനെ കക്കാൻ കഴിയും നബിയേ? അവൻ അള്ളാന്റെ മുന്നിൽ മുനാജാത്തിന് നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോ കളവ് നടത്താൻ പറ്റുമോ? അവൻ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്ന പള്ളിയിൽ നിന്ന് എന്ത് കക്കാനാണ്? എന്ത് കളവ് നടത്താനാണ്? അപ്പൊ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഓനെ നിസ്കാരത്തിൽ കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മറ്റുള്ളവന്റെ പെണ്ണ് കട്ടെടുക്കലല്ല, അവന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കലല്ല, അവന്റെ മുതൽ കൈക്കലാക്കലല്ല, അവനെ ചതിച്ചിട്ടവന്റെ സമ്പത്ത് കൈക്കലാക്കലല്ല. അങ്ങനെയുള്ള ഭൗതിക ലോകത്തെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇത്തരം പരിപാടികളല്ല. മറിച്ചോ എന്താണ് നിസ്കാരത്തിലുള്ള കളവ് എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, അവന്റെ നിസ്കാരത്തിലുള്ള റുക്കൂ പരിപൂർണമല്ല, അവന്റെ നിസ്കാരത്തിലുള്ള സുജൂദ് പരിപൂർണമല്ല. അവൻ നെറ്റിവെച്ചിട്ടെടുക്കുകയാണ്, റുക്കൂയിലേക്ക് പോയതുപോലെ അഭിനയിക്കുകയാണ്. അള്ളാന്റെ മുന്നിലാണെന്ന ബോധത്തോടെ അവൻ റുക്കൂ ചെയ്തിട്ടില്ല, അവൻ റുക്കൂയിനെ പരിപൂർണമാക്കിയിട്ടില്ല, സുജൂദിനെ പരിപൂർണമാക്കിയിട്ടില്ല. ഇവനെക്കാൾ വലിയ കള്ളനെ വേറെ ലോകത്ത് കാണാനേ ഇല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്. ഇത് പറഞ്ഞ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയണേ, എന്നാ നിങ്ങൾക്കറിയണോ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് ആർക്കാണ് എന്നറിയണോ? ഏറ്റവും ബഹുമാനമുള്ള അമലേനാണ് എന്നറിയണോ? മഹാനായ ത്വൽഹ മിഅ്ദാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു പറയണു, ലഖീതു സൗബാൻ, ഞാൻ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ആരാ സൗബാൻ റളിയല്ലാഹു അൻഹു? മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയാണ്. ഫഖുൽതു ലഹു, ഞാൻ മൗലയായ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അഖ്ബിർനി ബിഅമലി, എനിക്കൊരു അമൽ പറഞ്ഞു തരുമോ? എന്താണ് അമലിന്റെ പ്രത്യേകത? അമലുഹു, ഞാനത് ചെയ്താൽ യുദ്ഖിലുനിൽ ജന്ന, ആ അമലി എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമലി, അങ്ങനെയുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ? സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ മിഅ്ദാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു ഫസകത, അല്പസമയം മിണ്ടിയില്ല. ثم سألته, ഞാൻ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും ചോദിച്ചു, എന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ? ഫസകത സൗബാൻ, സൗബാൻ തങ്ങളെ മറുപടിയില്ല. ثم سألته ثالثا, മൂന്നാമത്തെ തവണയും ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്ന മറുപടി എന്താണ് എന്നറിയോ? അലൈക ബികഥറത്തി സുജൂദ്, നല്ല ഇഖ്ലാസോടുകൂടെയുള്ള റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുള്ള സുജൂദിനെ അധികരിപ്പിക്കണേ സുബ്ഹാൻ, ധാരാളം സുജൂദിനെ ഏറ്റണേ സുബ്ഹാൻ. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് ആ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ധാരാളം മനസ്സുണ്ടാകണേ സുബ്ഹാൻ. അത് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമെന്ന് ലോകത്തിന്റെ മുഴുവനും ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ അതേ മിഅ്ദാൻ ബിൻ തൽഹ റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, ഞാൻ ഇതേ ചോദ്യം തന്നെ വീണ്ടും ഒരാളോട് ചോദിച്ചു. അത് ആരോടാണ് എന്നല്ലേ? മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോടാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു. ഫഖാല ലീ മിഥ്ല മാ ഖാല ലീ ഫുബാൽ. അദ്ദേഹത്തിനും പറയാനുള്ള മറുപടി ഇതേ മറുപടി തന്നെ. അലൈക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദിനെ അധികരിപ്പിക്കണേ ഫുബാൽ. ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഫർള് നിസ്കാരത്തിലുള്ള സുജൂദ് തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ, ഫർളായ നിസ്കാരത്തിന് തന്നെ നേരം കിട്ടുന്നില്ലെങ്കിൽ, ഫർളായ നിസ്കാരം തന്നെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, 5 നേരത്തെ നിസ്കാരം തന്നെ ഇഖ്ലാസോട് കൂടെ ഉള്ളതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ, 5 നേരത്തെ നിസ്കാരം തന്നെ ഖുശൂ ഇല്ലാത്തതാണെങ്കിൽ, 5 നേരത്തെ നിസ്കാരം തന്നെ റബ്ബിന്റെ മുമ്പിൽ മഖ്ബൂലാണ് എന്ന് പറയാൻ ധൈര്യത്തോടെ കാണിക്കാനില്ലാത്തതാണെങ്കിൽ എന്റെയും നിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. സുജൂദ് കൊണ്ടല്ലാതെ സ്വർഗത്തിൽ എത്തിച്ചേരൂല്ല. സുജൂദ് അധികരിപ്പിച്ചിട്ടല്ലാതെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂല. എങ്ങനെയുള്ള സുജൂദാ വേണ്ടത് എന്നറിയോ? കൊത്തിമറിയുന്ന സുജൂദല്ല, ഉപ്പാനെ ബോധിപ്പിക്കാനുള്ള നിസ്കാരമല്ല, ഉസ്താദിന്റെ മുന്നിലുള്ള നിസ്കാരമല്ല. അതെങ്ങനെ ഉസ്താദിന്റെ മുമ്പിലുള്ള നിസ്കാരം? ബാപ്പന്റെ മുമ്പിലാകുമ്പോ 2 റക്അത്ത് റവാത്തിബുണ്ട്, അല്ലെങ്കിൽ 4 റക്അത്ത് റവാത്തിബുണ്ട്. ജനങ്ങളെ കൂടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ലോറിന്റെ മുമ്പ് 4 ഉണ്ട്, 2 ഉണ്ട്, ശേഷവും 2 ഉണ്ട്, മുന്നേയും 2 ഉണ്ട്, ശേഷവും 2 ഉണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഒരൊറ്റ റവാത്തിബ് കാണാനില്ല, ഒരൊറ്റ സുന്നത്ത് കാണാനില്ല, നിസ്കാരത്തിൽ അടക്കം കാണാനില്ല. എന്റെ കാരണമെന്നില്ലേ? പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോ കാണാൻ ആളുണ്ടായിരുന്നു, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ അല്ലാതെ കാണാനില്ല. ആരുമില്ലാത്ത മുറിയിൽ നിസ്കരിക്കുമ്പോ അതാ പെരുന്നാൾ വരെ പരിശുദ്ധമായ റമദാനിൽ ലീവ് കിട്ടിയ മുതല്ലിമിന് അതാ ലീവിന് നാട്ടിൽ പോയി നോക്കുമ്പോ റവാത്തിബ് കാണാനില്ല. ഏത് മാസത്തിൽ കാണാനില്ല എന്നാ ഞാൻ പറഞ്ഞത്? പരിശുദ്ധ റമദാനിൽ തന്നെ 4 എണ്ണം കാണാനില്ല. എന്നാ പള്ളിയിൽ ഓതിപ്പടിക്കുന്ന മുതല്ലിമ് ഉസ്താദിന്റെ മുമ്പിൽ ഒരൊറ്റ 4 റക്അത്ത് റവാത്തിബ് കൈയൊഴിക്കാറില്ല. നാട്ടിലെത്തിയപ്പോൾ ഒരൊറ്റ റവാത്തിബ് കാണാനില്ല, അതും പരിശുദ്ധ റമദാനിൽ തന്നെ കാണാനില്ല. വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കുന്നവനും റവാത്തിബ് കാണാനില്ല. അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? അവന്റെ നിസ്കാരം ജനങ്ങൾക്കായി പോയി, അവന്റെ സുജൂദ് ജനങ്ങൾക്കായി പോയി, ഉസ്താദിനായി പോയി, നാട്ടുകാർക്ക് വേണ്ടിയായി പോയി. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവൻ കുറഞ്ഞു പോയി. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള്, അപ്പൊ ഇഖ്ലാസ് കൊണ്ടല്ലാതെ രക്ഷപ്പെടൂല, തഖ്വ കൊണ്ടല്ലാതെ രക്ഷപ്പെടൂല. അതുകൊണ്ടാണ് റബ്ബിന്റെ ഖുർആൻ എന്നെ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാന വിജയം വേണോ? അവസാനം രക്ഷപ്പെട്ട് കിട്ടണോ? പര്യാവസാനം നന്നായി കിട്ടണോ? അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത ജീവിതം കൊണ്ടല്ലാണ് രക്ഷപ്പെടാനുള്ള നിർവാഹമില്ല, വഴികൾ പറയാനില്ല. ഈ ഒരു വഴിയിലേക്കാണ് മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശങ്ങൾ. എന്താ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശിച്ചത്? മോനെ യാ ബുനയ്യ ഇന്നി മൂസീക ബിസമാനിയത ഉമൂർ. മോനെ, നിനക്ക് ഒരു 8 ഉപദേശം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ആ 8 ഉപദേശം നിങ്ങൾ ശ്രദ്ധയിൽ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ ഒരു സദസ്സുകളും ദുനിയാവിന്റെ സദസ്സാക്കി നീ നശിപ്പിക്കരുതേ അല്ലാഹ്. നിന്നെ ഓർമ്മയില്ലാത്ത സദസ്സുകളാക്കി നീ നശിപ്പിക്കരുതേ അല്ലാഹ്. ദുനിയാവിന് വേണ്ടി വയല് പറയുന്ന നാശം പിടിച്ച പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. ഇഖ്ലാസിനെ എത്തിത്തരണേ അല്ലാഹ്, തഖ്വനെ എത്തിത്തരണേ അല്ലാഹ്. ആരെങ്കിലും ബഹുമാനം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ കിബർ തോന്നുന്ന നാശം പിടിച്ച മുത്തക്കബ്ബിരീകളോട് നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. തവാദു കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്, ഇഖ്ലാസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? വലഖദ് ആതൈനാ ലുഖ്മാനുൽ ഹിക്മത. ഓ ഹബീബായ നബിയേ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഹിക്മത്ത് നൽകിയിട്ടുണ്ട് നബിയേ, തത്വജ്ഞാനം നൽകിയിട്ടുണ്ട് നബിയേ, വലിയ അറിവ് കൊടുത്ത് നമ്മൾ ആദരിച്ചിട്ടുണ്ട് നബിയേ, ഒരുപാട് തത്വജ്ഞാനം പകർന്നു കൊടുത്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ
തത്വജ്ഞാനം കൊടുത്തതായി പ്രഖ്യാപിച്ച നേതാവല്ലേ സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ മഖബറ ഈജിപ്തിലാണ്, ഇസ്കന്ദരിയ എന്ന് പറയുന്ന പ്രദേശത്താണ്. മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ മഖബറയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററുകൾക്കുള്ളിലാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ. മഹാനവറുകളെ ചാരത്ത് തന്നെയാണ് മഹാനായ ദാനിൽ നബി അലൈഹിസ്സലാമിന്റെയും മഖബറ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ സിയാറത്ത് ചെയ്യാനും അവരെയൊക്കെ പൊരുത്തം വാങ്ങാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പ്രത്യേകം ഹിക്മത്ത് കൊടുത്തു, പ്രത്യേകം എടുത്തു പറഞ്ഞ മഹാനാണ് സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്, യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഇന്നി മൂസീക ബിസമാനിയത ഉമൂർ, 8 കാര്യങ്ങൾ ഞാൻ നിനക്ക് വസിയത്ത് ചെയ്തു തരട്ടെ. അതിലൊന്നാമത്തത് എന്താ? ഇൻ അൻത അമിൽത ബിഹാ കുൻത സഈദൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ഉപദേശം നീ മുറുകെ പിടിക്കുകയാണോ? ഈ ഉപദേശം കയ്യിൽ മുറുകെ പിടിച്ച് ജീവിക്കുകയാണോ? മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അവര് സഈദാണോ അല്ല പരാജിതരാണോ, വിജയം കൈവരിച്ചവരാണോ? ഇതറിയാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ടാണ് അവരെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞില്ലേ. നമുക്ക് തീരെ ടെൻഷനില്ല, ആലോചനയില്ല, ചിന്തയില്ല. എന്തേ കാരണമെന്നല്ലേ? നമ്മൾ ദുന്യാവിന്റെ പത്രാസിലെങ്കിൽ ലയിച്ചു പോയപ്പോ, ഭൗതിക ലോകത്തിന്റെ സുഖലോലുപതയിലെങ്കിൽ ലയിച്ചു പോയപ്പോ, താൽക്കാലികമായ സുഖങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചപ്പോ, നിലനിൽക്കേണ്ട ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമ്മളെ മനസ്സിൽ ഊരിപ്പോയത് തന്നെ. എന്നാ മഹാന്മാരായ സാലിഹീങ്ങളെ കഥയറിയോ? അവരെ കയ്യിൽ എത്ര ദുന്യാവുണ്ടായാലും അവര് ദുന്യാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ദുന്യാവിനെ താല്പര്യപ്പെട്ടിട്ടില്ല, ദുന്യാവിനെ അവര് വില കൽപ്പിച്ചിട്ടില്ല, ദുന്യാവിന് അവര് സ്ഥാനം കൊടുത്തിട്ടില്ല. സ്ഥാനം കൊടുത്തത് എന്തിനാണ് എന്നറിയോ? എന്നും നിലനിൽക്കുന്ന ആഖിറത്തിലെ ജീവിതത്തിനാണ്, എന്നും നിലനിൽക്കുന്ന പരലോകത്തെ ജീവിതത്തിനാണ്. ആ വഴിയിലേക്ക് കടക്കാനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശം. ഇൻ കുൻത അമിൽത ബിഹാ കുൻത സഈദൻ ഫിദ്ദുനിയാ വൽ ആഖിറ. മോനെ, ഞാൻ ഈ പറയുന്ന അമലുകൾ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ കുൻത സഈദൻ ഫിദ്ദുനിയാ വൽ ആഖിറ, വെറും ആഖിറത്തിൽ മാത്രമാണോ നിനക്ക് വിജയം? അങ്ങനെ കരുതണ്ട. മറിച്ച് ദുന്യാവിലും വിജയമാണ്, ആഖിറത്തിലും വിജയമാണ്. മുസ്ലിയാരെ, ദുന്യാവിൽ വിജയിച്ചവൻ ആഖിറത്തിൽ വിജയമുണ്ടോ? ദുന്യാവിൽ വിജയിച്ചവനാണ് ആഖിറത്തിലും വിജയം. അതുകൊണ്ടാ മുസ്ലിമേ നമ്മൾ ദുആ ചെയ്യുന്നത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുന്യാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് ചെയ്യണേ അല്ലാഹ്. അപ്പോഴേ ടെൻഷൻ ഇല്ലാതെ ആവേ, ദുന്യാവിന്റെ ചിന്തകളില്ല, ദുന്യാവിന്റെ ടെൻഷനുകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലും മനസ്സിനെ തിരിക്കാൻ മനുഷ്യന് കൂടുതൽ കഴിയാൻ സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഇൻ കുൻത സഈദൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും വിജയം കൈവരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇൻ കുൻത അമിൽത ബിഹാ, ഈ പറയുന്ന അമല് നീ ഭൗതിക ലോകത്ത് ചെയ്യണമെങ്കിൽ കുൻത സഈദൻ ഫിദ്ദുനിയാ വൽ ആഖിറ, നീ ദുന്യാവിലും വിജയിച്ചവനായി പോയി, ആഖിറത്തിലും വിജയം കൈവരിച്ചവനായി പോയി. രണ്ട് സ്ഥലത്തും വിജയം കൈവരിക്കണോ? നീ ഇത് മുറുകെ പിടിച്ചോ. മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 8 കാര്യങ്ങളാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഭൗതിക ലോകത്തും ആഖിറത്തിലും വിജയം കിട്ടാൻ 8 കാര്യം ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവർക്ക് ദുനിയാവിലും വിജയം കിട്ടിപ്പോയി, ആഖിറത്തിലും വിജയം കിട്ടിപ്പോയി. ഉമ്മമാരെ, നിങ്ങൾക്ക് ബക്കറ്റ് വരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. പുരുഷന്മാരെ അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. 8 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ കുൻത സഈദൻ ഫിദ്ദുനിയാ വൽ ആഖിറ, തത്വജ്ഞാനം അല്ലാഹു കൊടുത്തു എന്ന് പറയുന്ന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശമാണ്. എന്താണ് അതിൽ ഒന്നാമത്തെ ഉപദേശം എന്നറിയോ? ഇഹ്ഫദ് ഖൽബക ഫിസ്സലാഹ്, മോനെ, നിസ്കാരത്തിൽ നിന്റെ ഹൃദയ സാന്നിധ്യം വേണേ.
ഒന്നാമതായി നിനക്ക് വേണ്ടത് എന്താണ്? നിസ്കാരത്തിൽ നല്ല ഹൃദയ സാന്നിധ്യം വേണം. നിസ്കാരത്തെ സൂക്ഷിക്കാനുള്ള ഹൃദയം വേണം. എന്ന് പറഞ്ഞാൽ ഓരോ നിസ്കാരവും കഴിയുമ്പോ അടുത്ത നിസ്കാരത്തെ കുറിച്ചുള്ള പ്രതീക്ഷ വേണം. നിസ്കാരം എന്ന് പറയുന്നത് ഒരു ഹരമായി മാറണം, അല്ലാതെ നിസ്കാരം ഒരു ഭാരമായി മാറിക്കൂടാ. നിസ്കാരം ഒരു ഭാരമായി കാണാൻ പറ്റൂല, മറിച്ചോ നിസ്കാരത്തെ ഒരു ഹരമായി കാണാൻ കഴിയണം. അതെങ്ങനെ മുസ്ലിയാരെ നിസ്കാരത്തെ ഹരമായി കാണല്? നിസ്കാരത്തിന് ഹരുണ്ടാവും. അള്ളാഹുവുമായി അടുക്കുന്ന മഹാന്മാർക്ക് അവർക്ക് നിസ്കാരത്തിൽ ഭയങ്കര ഹരാണ്. അതുകൊണ്ടാണ് അവർക്ക് നിസ്കരിച്ചിട്ട് കൊതിമാറിയില്ല എന്ന് പറയുന്നത്. വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പോലും നിങ്ങൾ കണ്ടില്ലേ, ചില മഹാന്മാർ ഞങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഉമ്മാനെ കാണണമെന്നല്ല, ബാപ്പനെ കാണണമെന്നല്ല, അല്ലെങ്കിൽ മക്കളെ കാണണമെന്നല്ല, അവസാനം നോക്കൂ ഭാര്യനെ കാണണം എന്നല്ല, മറിച്ചോ 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം വേണം. അവർക്ക് നിസ്കാരത്തിന്റെ ആ ഒരു രസം അറിഞ്ഞപ്പോ അവർക്ക് നിസ്കാരത്തിൽ ഭയങ്കര ആവേശമാണ്. നമ്മളെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 100 ബാങ്ക് കൊടുത്ത ഉടനെ എവിടെ പോവാണ്? അപ്പൊ നമ്മൾ എന്താ പറയാ? 4 റക്അത്ത് നിസ്കരിച്ചാ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണ്ടല്ലോ, അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണ്ടല്ലോ, അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കല്. പിന്നെ അതുപോലെ നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയും അതങ്ങ് കഴിഞ്ഞു കിട്ടിയാ പിന്നെ അത് നോക്കണ്ടല്ലോ. ഈ നിലക്ക് കഴിച്ചു കൂട്ടുന്ന നിസ്കാരങ്ങളായി നമ്മൾ നിസ്കാരങ്ങൾ മാറിപ്പോയി. നമ്മളെ നിസ്കാരങ്ങൾ കഴിച്ചു കൂട്ടാനുള്ള കടമ തീർക്കാനുള്ള നിസ്കാരങ്ങളായി മാറിപ്പോയാൽ ഓ മുസ്ലിമേ, ഹൃദയ സാന്നിധ്യമുള്ള നിസ്കാരമാകൂല. മറിച്ചോ നിസ്കാരം എന്ന് പറയുന്നത് ഒരു ആവേശമായി മാറണം. ആ നിസ്കാരം അള്ളാന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മുനാജാത്തിനുള്ള വലിയൊരു അവസരമാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ മുന്നിൽ എനിക്ക് മുനാജാത്ത് നടത്താനുള്ള വലിയൊരു അവസരമാണ്. ഈ ബോധത്തോടെ മനസ്സ് തിരിച്ച് നിസ്കരിക്കാൻ കഴിയുന്നവനാണോ അവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് ആ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹഫ്ള് ഖൽബക ഫിസ്സലാഹ്, നിസ്കാരത്തിൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചു വെക്കണേ. വഹ്ഫള് നദറക ഫീ ബുയൂത്തിന്നാസ്, രണ്ടാമത്തെ നീ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്നറിയോ? മറ്റുള്ളവന്റെ പെണ്ണിലേക്ക് നോക്കുന്ന സ്വഭാവം കൈയൊഴിക്കണേ. മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണേ. മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്ത് നടക്കുന്ന രഹസ്യങ്ങൾ അന്വേഷിക്കുന്ന സ്വഭാവമുണ്ടോ? കൈയൊഴിക്കണേ. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, മോനെ നീ ചുഴന്നന്വേഷിക്കാൻ പാടില്ല. ഏകദേശ വില്ലേജുകളിലുമാണ് ഈ സ്വഭാവം കൂടുതൽ കണ്ടുവരുന്നത്. ഏത് സ്വഭാവം? അവന്റെ വീട്ടിൽ എന്ത് തകരാറുണ്ട് ഇത് നോക്കിയിട്ട് അതിങ്ങനെ എടുത്തു പറയാനും അത് മറ്റുള്ളവരോട് എടുത്തു പറയാനും ആവേശം കാണുന്ന സ്വഭാവം. ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്ക് ഇത് കുറവാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്ക് തീരെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പ്രശ്നവും അവർക്ക് പറയാനുണ്ട്. അതേ സ്ഥാനത്ത് വില്ലകളിൽ താമസിക്കുന്ന, വീടുകളായി വില്ലേജുകളിലായി താമസിക്കുന്ന ചില നാടുകളിൽ ദീപത്തിന് വലിയ ഹരമാണ്. അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വലിയ ഹരമാണ്. മറ്റുള്ളവന്റെ വീട്ടിലെ പ്രയാസങ്ങൾ എടുത്തു പറയാൻ വലിയ സന്തോഷമാണ്. ഈ അടുത്ത് എന്നോടൊരു അധ്യാപകൻ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് സംഭവം? ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ അന്വേഷിച്ചിട്ട് വിളിച്ചു നോക്കുമ്പോ ആരെയും കിട്ടിയില്ല. അപ്പൊ അന്വേഷിച്ചിട്ട് അവസാനം കിട്ടിയത് ഉപ്പാപ്പനെയാണ്. ബാപ്പന്റെ ബാപ്പനെയാണ് കിട്ടിയത്. അങ്ങനെ ബാപ്പന്റെ ബാപ്പനെ വിളിച്ചിട്ട് ഈ കുട്ടിയെ കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഈ പ്രിൻസിപ്പൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴേതാ പിറ്റേ ദിവസം കുട്ടിയുടെ ഉമ്മാന്റെ കോളാണ്. ഫോൺ വിളിച്ചിട്ട് ഉമ്മ പറയാണ്, അവന്റെ അതേ ബാപ്പന്റെ ബാപ്പനോട് ഞങ്ങളെ സ്വകാര്യത്തെ കുറിച്ച് പറയാൻ പാടില്ല, അയാൾ ഞങ്ങളോട് ഏറ്റവും വെറുപ്പുള്ള ആളാണ്. ഞങ്ങളെ സ്വന്തം ബാപ്പന്റെ ബാപ്പനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ബാപ്പന്റെ ബാപ്പനെ കുറിച്ചിട്ട് ഭാര്യ പറയാണ്, അയാളോട് ഞങ്ങളെ സ്വകാര്യതയെ കുറിച്ച് പറയാൻ പാടില്ല, അത് നാടൊട്ടാകെ പാടി നടക്കും, നാടൊട്ടാകെ പറഞ്ഞു നടക്കും, ഗീബത്ത് പറയും. അതുകൊണ്ട് അയാളോട് ഞങ്ങളുടെ വിഷമങ്ങളും തെറ്റുകളും പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെയോ ബാപ്പനെയോ വിളിച്ചാൽ മതി. ഈ നിലക്ക് അസ്തഗ്ഫിറുല്ലാഹ്. സ്വന്തം ബാപ്പയിൽ വിശ്വാസമില്ലാത്തവരായി പോയി, സ്വന്തം ഉമ്മയിൽ വിശ്വാസമില്ലാത്തവരായി പോയി, സ്വന്തം ജ്യേഷ്ഠാനുജന്മാരിൽ പോലും വിശ്വാസമില്ലാത്തവരായി പോയി. കാരണം എന്താണ്? നല്ല ചതിയുടെ വഴികൾ അറിയുന്നില്ല. കുറ്റം പറയൽ ഒരു ഹരമായി കാണുകയാണ്, മറ്റുള്ളവനെ കുറവാക്കൽ ഒരു ഹരമായി കാണുകയാണ്. സ്വന്തം മകന്റെ മകനാണെങ്കിലും അവൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ആയി പോയത് എന്ന് പറയാൻ വേണ്ടി ചില ബാപ്പാരെ കാത്തു നിൽക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഏതോ ഒരു
ദിവസം ഉണ്ടായ ഒരു അപാകതയുടെ പേരില്, ഏതോ ഒരു നിമിഷത്തിലുണ്ടായ ഒരു തെറ്റിന്റെ പേരിൽ എന്റെ മകന് സംഭവിച്ചു പോയ അപാകതയാണ്. അവനെതിരെ ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ട് അവൻ മോശമായി പോയാൽ അത് ഖിയാമത്ത് നാൾ വരെ അത് താങ്ങേണ്ടത് ഞാനും എന്റെ കുടുംബവുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഏതെങ്കിലും മക്കൾക്ക് ചെറിയ തകരാറുണ്ടാകുമ്പോ ആ തകരാറുകളെ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ നാശം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാപ്പമാര് പോരാ, തീർന്നില്ല. ബാപ്പമാർക്ക് എന്തെങ്കിലും ചെറിയ തകരാറ് വരുമ്പോ പ്രായമായ കുറച്ചൊക്കെ മക്കള് പറയുന്നത് പോലെ കേൾക്കണം എന്ന് ചിന്തിക്കുന്ന മക്കള് ഇങ്ങനെ സ്വന്തം ബാപ്പക്ക് ബഹുമാനം കൊടുക്കാത്തവരും മക്കളോട് കാരുണ്യമില്ലാത്ത ബാപ്പമാരും ചില നാടുകളിൽ ഒറ്റപ്പെട്ടത് വന്നു പോയപ്പോൾ കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ലാതെ പോയി, മക്കളിൽ ബറക്കത്തില്ലാതെ പോയി, സന്തോഷമില്ലാതെ പോയി. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇരിക്കട്ടെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശമാണ്, മോനെ, ഒന്നാമത്തേത് നിസ്കാരത്തെ നല്ലവണ്ണം സൂക്ഷിച്ചോളണേ. രണ്ടാമത്തേത് മറ്റുള്ളവന്റെ പോരായ്മകളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ച് നീ ശ്രദ്ധിച്ചേക്കണേ. മൂന്നാമത്തേത് മഹാനവറുകൾ പറയാണ്, വഹഫദ് ലിസാനക ഫീ മജ്ലിസിന്നാസ്. കുറെ ആളെ കാണും എന്തെങ്കിലും കളവ് പറയുന്ന പരിപാടിയില്ലേ, കുറെ ആളെ കാണും എന്തെങ്കിലും വിളിച്ചു പറയുന്ന പരിപാടിയില്ലേ, കുറെ ആളെ കാണും എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിക്കുന്ന പരിപാടിയില്ലേ. ചില ആളുകളുണ്ടല്ലോ അങ്ങനെ കോമഡിയാകാൻ വേണ്ടി ശ്രമിക്കുന്നവർ, മറ്റുള്ളവന്റെ ഗീബത്ത് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, മറ്റുള്ളവന്റെ പോരായ്മകൾ എടുത്ത് പറഞ്ഞിട്ട് ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ, മറ്റുള്ളവന്റെ മുന്നിൽ മറ്റൊരാളുടെ മാംസത്തെ കുറിച്ച് നീ നല്ല ബോധമുള്ളവനാകണേ. വഹഫദ് ലിസാനക, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ. അതുകൊണ്ടാ മഹാനായ അബുൽ ലൈത്ത് റഹിമഹുല്ലാഹ് മഹാന്മാരായ പണ്ഡിതന്മാരും സാലിഹീങ്ങൾ നടന്ന വഴിയെ കുറിച്ച് പറയുമ്പോ പറഞ്ഞില്ലേ, മോനെ, നീ ഇസ്തിഖാമത്തിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവനാണോ, അള്ളാന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവനാണോ, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കണമെന്ന് ചിന്തിക്കുന്നവനാണോ, ഒന്നാമതായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണ് എന്നറിയുമോ? വഹഫദ് ലിസാനക, നിന്റെ നാവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. നാവ് കൊണ്ട് ഇഷ്ടപ്പെടാത്തത് പറയാതിരിക്കലാണ്, മറ്റുള്ളവന്റെ ഗീബത്ത് പറയാതിരിക്കലാണ്, ചർച്ച ചെയ്യാതിരിക്കലാണ്, മറ്റുള്ളവൻ പറയുമ്പോൾ കേട്ട് ആസ്വദിക്കാതിരിക്കലാണ്. നാലാമത്തത് വഹ്ഫദ് ബത്നക മിൻഹുൽ ഖൂബിക, മോനെ, നിന്റെ വയറിനെ നീ ഹറാമാകുന്ന മാംസങ്ങളിൽ നിന്ന് നിന്റെ വയറിനെ സൂക്ഷിക്കണേ. ഹറാമ് സമ്പാദിച്ച് കഴിക്കുന്ന സ്വഭാവമുണ്ടോ, കൈയൊഴിച്ചേക്കണേ. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ്, നീ സ്വീകരിക്കണേ. അല്ലാഹ്, വയറിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാന്, വയറിനെ ഹറാമിൽ നിന്ന് ശ്രദ്ധിക്കാന് മോനെ, നിനക്ക് മൊത്തം മുസ്തഖീമായ വഴിയിൽ, അല്ലാഹ് പൊരുത്തപ്പെട്ട മഹാന്മാരെ വഴിയിൽ, വിജയം കൈവരിച്ച സ്വാലിഹീകൾ വഴിയിൽ നിനക്ക് എത്തിച്ചേരാൻ നിർവാഹമില്ല, വഴികൾ പറയാനില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഞാൻ പറയേണ്ടതില്ലല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയേണ്ടതില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആ വിരലിങ്ങനെ തൊണ്ടയിലേക്ക് രണ്ട് വിരലിങ്ങനെ കുത്തിക്കയറ്റുകയാണ്. കുത്തിക്കയറ്റിയിട്ട് തൊണ്ടയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഛർദിക്കുകയാണ്. ഛർദിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദി നിർത്തുന്നില്ല. ഒരു വട്ടം ഛർദിച്ചിട്ടും മതിയായില്ല. പിന്നെയും വിരൽ തൊള്ളയിലേക്ക് കടത്തിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദിക്കുകയാണ്. വീണ്ടും ഛർദിക്കുകയാണ്. ഛർദിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ അവശനായി കിടന്നുപോയി. സ്വഹാബത്ത് വന്ന് ചോദിക്കും, അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, എന്തിനാ സ്വന്തത്തിൽ ശരീരത്തെ ക്ഷീണിപ്പിക്കേണ്ട ആവശ്യം, എന്തിനാ സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കേണ്ട ആവശ്യം, ഇങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതിന് തെറ്റല്ലയോ? അപ്പോഴാ
സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ ഞാൻ എന്തിനാ ഛർദിച്ചത് എന്നറിയോ? ഇന്ന് വരെ എനിക്ക് ഭക്ഷണം കൊണ്ടുത്തരുന്ന എന്റെ മൗലയില്ലേ, എന്റെ ഖാദിമില്ലേ, അവൻ ഭക്ഷണം കൊണ്ടെത്തന്ന ഞാൻ അവനോട് ചോദിക്കും, മോനെ നീ ഇത് എവിടെ നിന്ന് എടുത്ത ഭക്ഷണമാണ്, എങ്ങനെ ഉണ്ടായ ഭക്ഷണമാണ്, ഏത് നിലയ്ക്ക് എനിക്ക് ഹലാലാകുന്ന ഭക്ഷണമാണ്? ഇതറിയാതെ ഞാനൊരു ഭക്ഷണവും കഴിക്കാറില്ല, ഒരു ഭക്ഷണവും എന്റെ വായിൽ വെക്കാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് സാധാരണ പോലെ ഭക്ഷണം കഴിക്കാൻ പോയ ദിവസമല്ല, വല്ലാതെ വിശപ്പോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പോയ ദിവസമാണ്. ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തിയപ്പോൾ എന്റെ മൗലയെ കണ്ട സമയത്ത് ഞാൻ അവനോട് എവിടുന്നാണ് ഭക്ഷണം എന്ന് ചോദിക്കാൻ മറന്നുപോയി. ഞാൻ ആ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇന്നത് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ അവനോട് ചോദിച്ചു നോക്കുമ്പോ അവന്റെ കയ്യിൽ കൃത്യമായ ഉത്തരം പറയാനില്ല. അത് ജായിസാകാൻ സാധ്യതയുള്ള പല വഴികളും അവൻ പറയുന്നുണ്ട്. പക്ഷേ ഉറപ്പോടുകൂടെ ഞാൻ കഴിച്ചത് ഹലാലാണ്, എനിക്ക് എന്റെ റബ്ബ് അനുവദിച്ചു തന്നതാണെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നൊരു ഭക്ഷണം അവന്റെ കയ്യിൽ പറയാനില്ല. ഇതങ്ങ് കേട്ടപ്പോ എന്റെ മനസ്സ് തകർന്നുപോയി. ഇതുവരെ ഹറാമിൽ നിന്ന് എന്റെ വയറിനെ സൂക്ഷിച്ച് ജീവിച്ച ആളല്ലേ ഞാൻ. അങ്ങനെ ഒരു ഹറാം എന്റെ വയറ്റിൽ സംശയത്തോടെ കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്തെത്തിച്ചേരുന്ന സമയത്ത് ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? മാ നബത മിനൽ ഹറാം, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ ശരീരമാണോ, ഫന്നാറു ഔലാ ബിഹി, നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ് അവന്റെ ശരീരമെന്ന് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നപ്പോൾ ഈ മഹാൻ ചിന്തിക്കുന്നത് എന്താണ് എന്നറിയോ? ഇതെങ്ങാനും ഹറാമായി പോയാൽ ഫന്നാറു ഔലാ ബിഹി, ആ ഭക്ഷണത്തിനാൽ എന്റെ ശരീരത്തിൽ മുളച്ചുണ്ടാകുന്ന അവയവങ്ങളും അതുപോലെ മാംസവും നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണല്ലോ.